സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂർണ്ണമായി വായിക്കാതിരുന്നത്. അസാധാരണമായ നടപടി. നയപ്രഖ്യാപനത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ച സഭ വിട്ടിറങ്ങുകയായിരുന്നു. നിർഭനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിർഭൻ, തീർത്തും അസാധാരണമായ വിചിത്രമായ നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗവർണറുടെ ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ ഒരു പ്രതികരണമൊക്കെ ഏത് തരത്തിലായിരുന്നു? സഭയിൽ എന്താണെന്ന് നടന്നത്? കൃതി മുഖവരായി സൂചിപ്പിച്ച അസാധാരണമായ കേരള നിയമസഭാ ചരിത്രത്തിലെ അസാധാരണമായ സംഭവത്തിന് തന്നെയാണ് ഇന്ന് കേരളം സാക്ഷിയായത്. സാധാരണ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കേണ്ട നയപ്രഖ്യാപനം ഗവർണർ ഭരണഘടനാപരമായി അതിന് ചുമതലയുള്ള ഗവർണർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമനുസരിച്ച് സഭയിലെത്തി. ആ നയപ്രഖ്യാപനം സർക്കാർ എന്താണ് പുതിയ നയമായി ഈ പറയുന്ന അടുത്ത ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ പൊതുവികസനത്തിന് എന്താണ് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് നയപ്രഖ്യാപനത്തിനുള്ളത്. അത് പൂർണ്ണമായി വായിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം. ഏതെങ്കിലും ഭാഗത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ വിയോജിപ്പല്ല, അത് ഭരണഘടനയിൽ പറയുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് നിയമപരമായി എന്തെങ്കിലും തരത്തിൽ വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ഗവർണർക്ക് അത് ആ ഭാഗം വായിക്കാതെ വിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പല ഗവർണർമാരും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആദരണീയനായ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ചെയ്തത് കേരള നിയമസഭയിലെ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ കണ്ടതാണ്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സ്പീക്കറും പാർലമെൻ്ററി കാര്യമന്ത്രിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണനും ചേർന്ന് അദ്ദേഹത്തെ സഭാ കവാടത്തിൽ നിന്ന്, സാധാരണ അങ്ങനെയാണ് ചെയ്യുക, നയപ്രഖ്യാപന പ്രസംഗത്തിൽ വരുന്ന ഗവർണറെ പൂച്ചണ്ട് നൽകി സ്വീകരിച്ച് സഭാ കവാട കടന്ന് സഭയിലേക്ക് കൊണ്ടുവരും. അവിടെ സ്പീക്കർ ഡൈസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ അദ്ദേഹത്തെ ക്ഷണിക്കും. സ്പീക്കർ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സ്പീക്കർക്കും അഭിവാദ്യം നൽകിയ ശേഷം അദ്ദേഹം നേരെ ആദ്യം മുഖവരിയായി പറഞ്ഞ് ഞാൻ ഈ നയപ്രഖ്യാപനത്തിൻ്റെ അവസാന പാരഗ്രാഫിലേക്ക് കടക്കുകയാണ് എന്ന്. ആ നിമിഷം സ്പീക്കറുടെ ഈ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം. അദ്ദേഹം ഒരു നിമിഷം ഞെട്ടലോടുകൂടി സ്പീക്കർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നോക്കുന്നത് കാണാൻ കഴിയും. പെട്ടെന്ന് അദ്ദേഹം നയപ്രഖ്യാപനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു. അദ്ദേഹം അവസാന ഭാഗം 136ാമത്തെ ഖണ്ഡിക വായിച്ച് അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. ആ ഖണ്ഡിക തന്നെ അദ്ദേഹം വായിക്കേണ്ട എന്ന് തീരുമാനിച്ച് വായിച്ച അവസാനത്തെ ജയ്ഹിന്ദിൽ അവസാനിക്കുന്ന ഖണ്ഡികയിൽ തന്നെ കേരളത്തിൻ്റെ ഇടതു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പൊതുരാഷ്ട്രീയം, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാട്, ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് മതേതര നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കണം, ഇത് തീരെ കളങ്കമാണെന്ന നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ നയം കൂടി അദ്ദേഹത്തിന് വായിക്കേണ്ടി വന്നു. ആ ഭാഗം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അദ്ദേഹം 136ാമത്തെ ഖണ്ഡികയായി വായിച്ച് അവസാനിപ്പിച്ചത് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം. ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധശേഷിയുടെയും വർണ്ണകമ്പളം നെയ്തെടുക്കും. ജയ് ഹിന്ദ് എന്നാണ് അവസാനിക്കുന്നത്. അതുതന്നെ ഈ സർക്കാരിൻ്റെ നിലപാടാണ്. ഒരു വരിയെങ്കിലും ഗവർണർ വായിച്ചാൽ ഭരണഘടനാപരമായി നയപ്രഖ്യാപനം ഗവർണർ വായിച്ചു എന്ന് തന്നെയാണ് നിയമങ്ങളും ചട്ടങ്ങളും പറയുന്നത്. അതുകൊണ്ട് അതിൽ മറ്റ് പിശകുകളില്ല. പക്ഷേ ഗവർണർ ചെയ്ത നടപടിയെ സംബന്ധിച്ച് വലിയ ചോദ്യമാണ് ഉയരുന്നത്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, നിയമസഭയെ അവഹേളിക്കുകയായിരുന്നു. MA പോലെയുള്ള പഠനതപ്രജ്ഞരായിട്ടുള്ള പാർലമെൻ്ററി രംഗത്തും മികവ് പുലർത്തിയിട്ടുള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞത് ഗവർണർ ഭരണഘടനയെയും അവഗണിച്ചു എന്നതാണ്. നയം പ്രഖ്യാപിക്കാനുള്ള സർക്കാരിൻ്റെ ബാധ്യത സംബന്ധിച്ച് ഗവർണർക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിച്ചില്ല. കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ സർക്കാരിനെ ഭരണപ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ ഏത് അളവ് വരെ പോകുന്ന ഒരു ഗവർണറാണ് എന്ന വിമർശനം സർക്കാർ തുടരെ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ്. ബില്ലുകൾ അദ്ദേഹം പിടിച്ചു വെക്കുന്നു. 1 വർഷമാണ് കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ബില്ലുകൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്ന ബില്ലുകൾ അദ്ദേഹം പിടിച്ചുവെച്ചത്. അതിനുശേഷം ഗത്യന്തരമില്ലാതെ അവസാന നിമിഷം അദ്ദേഹം രാഷ്ട്രപതിക്ക് അയക്കുന്നു. നിയമവ്യവഹാരങ്ങളിൽ കുടുങ്ങി സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ എങ്ങനെയെല്ലാം അവഗണിക്കാമെന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. പുറത്ത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും യുദ്ധവും പ്രഖ്യാപിക്കുന്ന ഗവർണർ
കേരള നിയമസഭയ്ക്കകത്തും അദ്ദേഹം ഈ സമീപനം സ്വീകരിച്ചതിലാണ് വലിയ ആശങ്കയുള്ളത്. സാധാരണ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നയപ്രഖ്യാപനം തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഭാഗം ഗവർണർ വായിക്കാതെ വിട്ടുപോകുമോ, അങ്ങനെ ഒരു സമീപനം ഗവർണർമാർ സാധാരണ സ്വീകരിക്കാറുണ്ട്. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അങ്ങനെ ഒരു സമീപനം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച വിമർശനത്തിൻ്റെ ഭാഗം ഒഴിവാക്കിപ്പോയിട്ടുള്ള വലിയൊരു നയപ്രഖ്യാപനത്തിൻ്റെ ഒരു ഘട്ടം കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നയപ്രഖ്യാപനം തന്നെ അവസാന ഭാഗം മുഖവരയിൽ തുടങ്ങി അവസാന ഭാഗത്തിൽ അവസാനിപ്പിച്ച് കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചു. ഗവർണർ സർക്കാർ പോര് എന്ന ഘട്ടം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ് പഴകിയതാണ്. ആ ഘട്ടവും കഴിഞ്ഞ് ഭരണഘടനയടക്കം വെല്ലുവിളിക്കുന്ന നയസമീപനങ്ങളിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി. 15ാം നിയമസഭയുടെ 10ാം സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബഡ്ജറ്റ് സമ്മേളനമാണ്. ആ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പായി ഭാവി കേരളത്തെ എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്ന് കേരളത്തിലെ സർക്കാർ പറയുന്നതാണ് നയപ്രഖ്യാപനം. ആ നയപ്രഖ്യാപനത്തിനോടുള്ള അവഹേളനമാണ് ഗവർണർ കാട്ടിയതെന്ന് പ്രതിപക്ഷമടക്കം സമ്മതിക്കുന്നു. അങ്ങനെ സമകാലിക ചരിത്രത്തിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ദർശിക്കാത്ത ഒരു സമീപനത്തിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിയമസഭയ്ക്കുള്ളിലെടുത്ത സമീപനം എന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും. നിർഭന, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആണോ ഗവർണർ ഇത് വായിക്കാതെ വിട്ടതെന്നാണോ കരുതേണ്ടത്? കാരണം നേരത്തെ നിർഭൻ സൂചിപ്പിച്ചിരുന്നു, ചില ഭാഗങ്ങൾ ഗവർണർക്ക് വായിക്കാതിരിക്കാം, അത് ഒരു സാധാരണ നടക്കാറുള്ള കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ചിരിക്കുന്നു. അതിന് ഇടയിലുള്ള ഗവർണറുടെ സർക്കാരിന്റെ മറ്റ് പ്രധാനപ്പെട്ട നയങ്ങളൊന്നും തന്നെ വായിച്ചിട്ടില്ല. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഗവർണർ സർക്കാർക്കെതിരെ ഒരു തുറന്ന പോര് നടത്തുന്ന ഒരു സമയമാണ്. അതിന്റെ തുടർച്ചയായി കൂടി കരുതണോ? കീർത്തി, ഈ ഒരു വരിയെങ്കിലും ആ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചാൽ ഭരണഘടനാപരമായി ചട്ടങ്ങളനുസരിച്ച് നയപ്രഖ്യാപനം ഗവർണർ വായിച്ചു. പക്ഷേ അദ്ദേഹം വായിക്കാതെ വച്ചിരിക്കുന്ന ഭാഗങ്ങളും നയപ്രഖ്യാപനത്തിൻ്റെ പകർപ്പ് പുറത്തു വരും. സർക്കാരിൻ്റെ ഭാഗം ആ കാര്യത്തിൽ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തോടുള്ള സാമ്പത്തികമായ അവഗണനയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം സർക്കാർ ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നയപ്രഖ്യാപനം പൂർണ്ണമായി വായിക്കാത്തത് കൊണ്ട് തന്നെ ഗവർണർക്ക് വായിക്കേണ്ടി വന്നില്ല. കീർത്തി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വസ്തുതകൾ, കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തെളിവുകളാണ് നയപ്രഖ്യാപനത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. 22ാമത്തെ ഭാഗം ഈ പറയുന്ന ഖണ്ഡികയിൽ ആരംഭിക്കുന്നത്, നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അവയെ അതിജീവിച്ച് എൻ്റെ സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇവയിൽ പരമപ്രധാനം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വത്തിൽ നിന്നും ഉത്ഭവിച്ച പണഞ്ഞിരുക്കമാണ്. അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്താണ് എന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേരളത്തിനുണ്ട് എന്നതാണ് വസ്തുത. അതേസമയം സംസ്ഥാനങ്ങൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട് എന്നതാണ് വസ്തുത. അതേസമയം സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി പരിമിതപ്പെടുത്തും. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതായത് നിയമപരമായ പോരാട്ടം, ജനങ്ങളെ അണിനിരത്തിയുള്ള പോരാട്ടം, ഇതിലൊക്കെ സർക്കാർ തയ്യാറാണ്. അതിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ എടുത്ത നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അത് പറയുന്നതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിനോടുള്ള ദ്രോഹ നടപടി, പ്രതികാര നടപടിയുടെ ഭാഗമായി സംസ്ഥാനം അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കണക്കുകൾ 2023-24 GST നഷ്ടപരിഹാരം നിർത്തലാക്കി. റവന്യൂ കമ്മി ഗ്രാൻഡിൽ വന്ന കുറവും സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. 2022-23 തനത് നികുതി വരുമാനം 71,966 കോടി രൂപയെ വിജയത്തിൻ്റെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 13,600 കോടി രൂപയുടെ അല്ലെങ്കിൽ 23.4% വർധനവ് സംസ്ഥാനം നേടി. നികുതി പിരിവിൽ സംസ്ഥാനം വർധനവ് നേടുമ്പോഴും കേന്ദ്ര സർക്കാർ നൽകാനുള്ള തുക 58,000 കോടി രൂപയുടെ തുകയാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ഈ നയപ്രഖ്യാപനത്തെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെയാണ് ഗവർണർ വായിക്കാതെ പോയത്. ഗവർണർ വായിക്കാത്തത് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ ബാധ്യത നിർവഹിക്കാത്തത് സംബന്ധിച്ച് സജീവമായ ചർച്ചയാണ് ഇനി വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. കീർത്തി, ശരി, നിർഭനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.